പക്ഷേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അവരുടെ നിയമപ്രകാരം അറേബ്യയിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം അത് സ്വീകരിക്കുള്ളൂ. അതാണ് ഒന്നാം തരം ബിംബാരാധന. കാരണം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചെങ്കിലേ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂ എന്നാണ് ഇവർ നമ്മളെ ഇതുവരെ പഠിപ്പിച്ചത്. അപ്പോൾ ഇതിലും വലിയ ശിർക്ക് വേറൊന്നുമില്ല. അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക, അതും ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ആ ചെറിയ മൺകെട്ടിടത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് ബിംബാരാധന. ദിവസം 5 നേരം വളരെ കൃത്യമായി ബിംബാരാധന ചെയ്യുന്ന ഒരു വിഭാഗമാണ് മുസ്ലിംകൾ. സത്യത്തിൽ അങ്ങനെ ഒരു അള്ളാഹുവിനെ കുറിച്ചോ അങ്ങനെയുള്ള ഒരു ഐഡിയോളജിയെക്കുറിച്ചോ ഖുർആൻ പറയുന്നില്ല. ഇതൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന മതത്തിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെ സൃഷ്ടിയാണ്. അതേപോലെ നമ്മുടെ ഖിബല, നമ്മുടെ ദിശാബോധം ഈ ഖുർആനാണ്. ഈ ഖുർആനിലുള്ള ഇതാണ് നമ്മുടെ ഖിബല. അല്ലാതെ മണ്ണുകൊണ്ടുള്ള ഒരു കെട്ടിടമല്ല മുസ്ലിമിൻ ഖിബല. നമ്മുടെ ഖിബല ഈ ഖുർആനാണ്. അതായത് കരുണ കാണിക്കണം, അറിവ് നേടണം, കർമ്മം ചെയ്യണം, സത്യവും നീതിയും മുറുകെ പിടിക്കണം, സഹായ സഹകരണങ്ങൾ ചെയ്യണം. അതുപോലെ നിങ്ങൾ ഈ 6 മൂല്യങ്ങളുടെ വാക്താവായിക്കൊണ്ട് മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ വാക്താവായി നിൽക്കണം. ഈ മാനവികതയിൽ നിന്നാണ് ജനാധിപത്യബോധവും മതേതരത്വവും ഉണ്ടാകുന്നത്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനം ശരിക്കും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനമാണ്. മുഹമ്മദ് നബി ആദ്യമായി മദീനയിൽ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാക്കിയപ്പോൾ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ഒരു ഇസ്ലാം മതം ഉണ്ടാക്കി 20 വർഷം വളരെ ഭംഗിയായിട്ട് ഒരു ഇസ്ലാമിക ഭരണം നടത്തിയത് മുഹമ്മദ് നബി ആയിരുന്നു. ഏഥൻസിലും ഗ്രീസിലും അന്നത്തെ റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ ചില ഭാഗത്തൊക്കെ ഈ ജനാധിപത്യം എന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ ഭംഗിയായി വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തത് മുഹമ്മദ് നബിയാണ്. ആ 20 വർഷം മുഹമ്മദ് നബി ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് അറേബ്യ മദീന ആസ്ഥാനമാക്കി ഒരു ഭരണം നടത്തി. ഇതേ മാനിഫെസ്റ്റോ തന്നെയാണ് പിന്നീട് ഖലീഫ ഉമർ ലോകത്തിന് കൊടുത്തത്. കാരണം റോമും പേർഷ്യയും മദീന എന്ന ചെറിയ രാഷ്ട്രത്തെ ആക്രമിച്ചപ്പോൾ ഖലീഫ ഉമർ അബൂ സുഫിയാന്റെ സഹായത്തോടു കൂടി റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചു. ആദ്യമായിട്ട് മുഹമ്മദ് നബി അകറ്റി നിർത്തിയിരുന്ന അറബിസം ഇസ്ലാമുമായിട്ട് കൈകോർക്കണമെന്നാണ്. അപ്പോൾ അബൂ സുഫിയാൻ്റെ സഹായത്തോടു കൂടി മുആവിയ അങ്ങോട്ട് മാർച്ച് ചെയ്തു. എങ്ങോട്ട്? ഇറാഖിലേക്കും സിറിയയിലേക്കും മാർച്ച് ചെയ്തു. അങ്ങനെ 2 വൻ രാഷ്ട്രങ്ങൾ ഇസ്ലാമിൻ്റെ കാൽക്കീഴിൽ വന്നു. അപ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കൊടിക്കീഴിൽ വരാൻ ഈ ജനാധിപത്യ വ്യവസ്ഥിതി കാരണമായി എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ജനാധിപത്യ അറബികൾക്ക് കൊടുത്ത അതേ മാനിഫെസ്റ്റോ തന്നെയാണ് റോമൻ പേർഷ്യ സാമ്രാജ്യങ്ങളിലെ സാധാരണക്കാരന് നബി കൊടുത്തത്, ഖലീഫ ഉമർ കൊടുത്തത്. നബി അറബികൾക്ക് കൊടുത്തതുപോലെ അതേ മാനിഫെസ്റ്റോ 30ഓളം ഗോത്രങ്ങൾ 30ഓളം രാഷ്ട്രങ്ങളായി പരസ്പരം തല്ലുകയായിരുന്ന അറേബ്യയെ ഈ ഖുർആൻ കൊണ്ട് നബി ഏകീകരിച്ചു. ഇതേപോലെ തന്നെ ഈ ഖുർആൻ കൊണ്ട് ഖലീഫ ഉമറും ലോകത്തെ ഏകീകരിച്ചു. അങ്ങനെ ഒരു 40 വർഷം 30 വർഷത്തോളം ഇസ്ലാം ലോകത്ത് കത്തി നിന്നു. ഇതാണ് ഇസ്ലാമിൻ്റെ ഇന്നത്തെ ഇസ്സത്തിൻ്റെ ആകത്തുക. അല്ലാതെ ഈ 5 നേരത്തെ നിസ്കാരം അതിന് ശേഷമാണ് അവർ മുആവിയ രാജഭരണം മെല്ലെ മദീനയിൽ നിന്ന് ഇസ്ലാം മെല്ലെ റോമിലേക്ക് മാറ്റി, അതായത് ഡമസ്കസിലേക്ക് മാറ്റി, സിറിയയിലേക്ക് മാറ്റി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കി. 5 നേരം നിസ്കരിക്കണം, അറബി ഭാഷയിൽ പ്രാർത്ഥിക്കണം, മുഹമ്മദ് നബി ആകാശത്ത് നിന്ന് മുഹമ്മദ് നബിക്ക് അള്ളാഹു കൊടുത്ത ഗ്രന്ഥമാണിത്, അതനുസരിച്ച് ജീവിക്കണം, 5 നേരം ബാങ്ക് കൊടുക്കണം, 1 മാസം പകലിൽ പട്ടിണി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ജൂത ക്രിസ്ത്യൻ മതങ്ങളെപ്പോലൊരു മതമാക്കിയിട്ട് ഇസ്ലാമിനെ തരം താഴ്ത്തി. സത്യത്തിൽ ഈ കിതാബ് ഓരോ മനുഷ്യനും അള്ളാഹു നൽകിയതാണ്. കിതാബുൻ ഉൻസിലയിലേക്ക്, നിങ്ങളിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥം, ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ്. ഓരോ ആണിനും പെണ്ണിനും ഓരോരുത്തരിൽ ഒരു മുഹമ്മദ് ഉണ്ട്. ആ മുഹമ്മദിന് അള്ളാഹു നൽകിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നമുക്ക് അള്ളാഹു തലച്ചോറ് നൽകിയിട്ടുണ്ട്, നമ്മൾ ചിന്തിക്കണം. നമ്മൾ കണ്ണും കാതൊക്കെ തന്നിട്ടുണ്ട്, നമ്മൾ എല്ലാം കാണണം, എല്ലാം കേൾക്കണം, ചിന്തിക്കണം. നമുക്ക് 2 കൈകൾ കൈയും കാലൊക്കെ അള്ളാഹു കർമ്മേന്ദ്രിയങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, നമ്മൾ കർമ്മം ചെയ്യണം. ഒരു നുണ പറയുമ്പോൾ അത് നുണയാണ് എന്ന് പറയുന്ന ഒരു മനസ്സാക്ഷി നമുക്കുണ്ട്. അപ്പോൾ അനീതി ചെയ്യരുത്, അക്രമം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം നിങ്ങളിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ്, അല്ലാതെ മുഹമ്മദ് നബിക്ക് ആകാശത്ത് നിന്ന് അള്ളാഹു എഴുതി കൊടുത്തതല്ല. നമ്മുടെയൊക്കെ വിചാരം ഇത് ആകാശത്തെ ഏതോ ഒരു അദൃശ്യ ലോകത്ത് നിന്ന് അള്ളാഹു കയ്യും കാലും കയ്യൊക്കെ ഉള്ള അള്ളാഹു എഴുതി കൊടുത്തയച്ചെന്നാണ്. ഇതെന്നെ ഷിർക്കാണ്. ആ ചിന്താഗതിയാണ് എൻ്റെ പേരാണ് ഷിർക്ക്, അതിൻ്റെ പേരാണ് ബിംബാരാധന. ഇതൊക്കെയാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ മനസ്സിലുള്ളത്. എന്നാൽ അവർ മുന്നോട്ട് വെക്കുന്ന നമസ്കാരമോ, അവർ മുന്നോട്ട് വെക്കുന്ന നോമ്പോ, അവർ മുന്നോട്ട് വെക്കുന്ന ഹജ്ജോ ഇതൊന്നും ഖുർആനിൻ്റെ ഭാഗമല്ല.
അങ്ങനത്തെ ഒരു പ്രത്യയശാസ്ത്രം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പറ്റിക്കൽ പ്രസ്ഥാനം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പേടിപ്പിക്കൽ പ്രസ്ഥാനം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു കുതിപ്പിക്കൽ പ്രസ്ഥാനം, അത് ആ ഇസ്ലാം മതവും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു ശക്തിയാണ്. ആ ശക്തിയെ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും അവനെ നമുക്ക് ഫാത്തിഹ ഓതിയിട്ട് എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. അതിനുള്ള വകുപ്പ് ചേകന്നൂർ മൗലവി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും സലാത്തിനെതിരല്ല. സലാത്ത് എന്ന് പറഞ്ഞാൽ ഈ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ജീവിതം പറയല്ലോ, കരുണ കാണിക്കണം, അറിവ് നേടണം, കർമ്മം ചെയ്യണം, സത്യവും നീതിയും മുറുകെ പിടിക്കണം, സത്യസന്ധനായിരിക്കണം, അതുപോലെ സഹായ സഹകരണങ്ങൾ ചെയ്യണം, അങ്ങനെ മാനവികതയുടെ വാക്താവണം. ഈ 6 ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു വ്യക്തി ജീവിതം, ഒരു കുടുംബജീവിതം, പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രം തന്നെ പണിയുന്നതിൻ്റെ പേരാണ് സലാത്ത്. അങ്ങനെ ഒരു സലാത്ത് അതാണ് സലാത്ത് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ചെറിയ ഭാഗമായിട്ട് നിങ്ങൾക്ക് ദിവസവും ഫാത്തിഹ ഓതി എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. പക്ഷേ ഇവരത് അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ബിംബാരാധനയാക്കി മാറ്റി. രാവിലെ അതിന് സുബഹി എന്ന് പറയും, ഉച്ചയ്ക്ക് അതിന് ളുഹർ എന്ന് പറയും, അസറിന് അതിന് വൈകുന്നേരത്തുള്ളതിന് അസർ എന്ന് പറയും, സന്ധ്യാസമയത്ത് അതിന് മഗ്രിബിന് പറയും, രാത്രിക്ക് അതിന് അഷ എന്ന് പറയും. ഇതിന്ന് പേര് മാറ്റി പറഞ്ഞാൽ അള്ളാഹു ഇത് സ്വീകരിക്കില്ല എന്ന് പറയും. ഇതാണ് ഇവരുടെ ആകെയുള്ള ഇവർ പഠിപ്പിക്കുന്ന മദ്രസയിൽ പോയി പഠിപ്പിക്കുന്നതൊക്കെ ഇത്ര അനാവശ്യങ്ങളാണ്. ഏത് സുബഹിൻ്റെ നിയത്ത് ഇഷാക്ക് പറ്റില്ല, ഇഷാൻ്റെ നിയത്ത് ളുഹറിന് പറ്റില്ല. ഇങ്ങനെയുള്ള പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ അട്ടിമറിച്ചവരാണ് ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ദിവസവും നമ്മൾ കേൾക്കുന്ന ഈ ബാങ്കിൽ 7 തെറ്റുകളുണ്ടെന്നും ചേകന്നൂർ മൗലവി പ്രസംഗിച്ചിട്ട് 30 വർഷം കഴിഞ്ഞു. നമ്മളത് പഠിച്ച് മുന്നോട്ട് പോയി നോക്കിയപ്പോൾ 10 തെറ്റുകളുണ്ടെന്ന് നമ്മളിപ്പം പറയുന്നു. കാരണം ആ ബാങ്കിൽ എവിടെയും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നവർ ഉറക്കെ പറയില്ല. കാരണം ഖുർആനിലില്ലാത്ത അല്ലാഹു അക്ബർ കൊണ്ടാണ് ആ ബാങ്ക് ആരംഭിക്കുന്നത്. എന്നാൽ ഖുർആൻ മാനവരാശി ആബാലവൃദ്ധം ജനങ്ങൾ ആജീവനാന്തം മുറുകെ പിടിക്കേണ്ട ഈ 10 കൽപ്പനകൾ, ഈ 6 ഈമാൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്ന ഈ വേദം, ഇത് ഒന്ന് വിളിച്ചു പറയാൻ ഇവർക്ക് ബാങ്കിലൂടെ പറ്റില്ല. ഇവരാകെ ഖുർആനിലില്ലാത്ത അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറയും. എന്നിട്ട് നിസ്കരിക്കാൻ വരൂ, അറബി ഭാഷയിൽ പ്രാർത്ഥിക്കാൻ വരൂ, വിജയത്തിലേക്ക് വരൂ, ഇങ്ങനൊരു പ്രാർത്ഥന, ഇങ്ങനൊരു പാഠം ഖുർആൻ പഠിപ്പിച്ചിട്ടേ ഇല്ല. നമ്മളോട് പറഞ്ഞത് കർമ്മം ചെയ്യാനാണ്. നിങ്ങൾ അറിവ് നേടുക, കർമ്മം ചെയ്യുക. ഇത് ചെയ്യാതെ നിങ്ങൾക്ക് ഇവിടെ യാതൊരു രക്ഷയില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. മനസ്സ് ശുദ്ധീകരിക്കുക, അങ്ങനെ നിങ്ങളുടെ ചിന്തകളും ചെയ്തികളും ശുദ്ധമാക്കി വെക്കുക. അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ കയ്യും കാലം കഴിയാൽ മതി. വൗസിലു വുജൂഹക്കും വൈദ്യക്കും, നിങ്ങളുടെ മുഖങ്ങളും നിങ്ങളുടെ കാലുകളും നിങ്ങൾ കഴുകുക. അപ്പോൾ ഒന്നുണ്ടാക്കാൻ അങ്ങനെ വന്നത് 25ഓളം ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഒന്നുണ്ടാക്കിയതെന്ന് അൻസാരി മാഷും മുദൂർ അബൂബക്കർ മൗലവിയും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് 10-20 വർഷമായി. ഇപ്പോഴും നമ്മൾ ഒരു വലിയ വിഭാഗം കയ്യും കാലം കഴുകി പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. ഇങ്ങനെ ഇസ്ലാമിനെ അട്ടികുറച്ചുകൊണ്ടാണ് ഇസ്ലാം മതം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതേ ഇല്ല. കാരണം അങ്ങനത്തെ ഒരു അള്ളാഹു ഈ ഭൂമിയിലില്ല. എന്നാൽ നിങ്ങൾ കരുണ കാണിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കരുണ കാണിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോട് കരുണ കാണിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരോട് കരുണ കാണിച്ചാൽ, നിങ്ങളെ സഹായിക്കുന്നൊരു അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ അറിവ് നേടിയാൽ, നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവനായാൽ, നിങ്ങൾ ശാസ്ത്രബോധമുള്ളവനായാൽ, നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവനായാൽ, നിങ്ങളെ സഹായിക്കുന്നൊരു അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനത്തെ ഒരു അള്ളാഹുവിന് വേണ്ടി അള്ളാഹത്തോട് നിങ്ങൾ തേടിക്കോളൂ. നിങ്ങൾ സഹായ സഹകരണങ്ങൾ ചെയ്താൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അള്ളാഹു, എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അതേപോലെ നിങ്ങൾ സത്യവും നീതിയും മുറുകെ പിടിച്ചാൽ, നിങ്ങളുടെ ബന്ധുക്കളോട് ഒരു അനീതി ചെയ്യാതിരുന്നാൽ, നിങ്ങളുടെ കുട്ടികളോട് ഒരു അനീതി ചെയ്യാതിരുന്നാൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരോട് നിങ്ങളൊരു അനീതി ചെയ്യാതിരുന്നാൽ, നിങ്ങളെ സഹായിക്കുന്ന ഒരു അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനത്തെ ഒരു അള്ളാഹുവിനാണ് നമ്മൾ പേടിക്കേണ്ടത്. അല്ലാതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഈ മതക്കാർ പറയുന്ന, ഇവർ 5 നേരം വിളിച്ചു പറയുന്ന അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കാൻ വേണ്ട. ശേലാകർമ്മം എന്ന് പറയുന്ന സാധനം ഖുർആനിലില്ല. എന്നിട്ടും ശേലാകർമ്മം ചെയ്താൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തുണ്ട് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ശേലാകർമ്മം ചെയ്യുന്നത്. സത്യത്തിൽ ഈ 6 അടിസ്ഥാന സിദ്ധാന്തങ്ങളാണ് ഏക സിവിൽ കോഡിൻ്റെ, ഏകലോകാശയത്തിൻ്റെ, തൗഹീദിൻ്റെ അടിസ്ഥാനം. നമ്മളതുകൊണ്ടാണ് വളരെ വിശാലമായിട്ട് പറയുന്നത് ഏക സിവിൽ കോഡ് വരണം, എങ്കിലേ ഇവിടുത്തെ എല്ലാ മതങ്ങളിലുള്ള അനാചാരങ്ങൾ പോവുകയുള്ളൂ. എല്ലാ മതങ്ങളിലുള്ള അനാചാരം പോകണമെങ്കിൽ ഏക സിവിൽ കോഡ് വരിക തന്നെ വേണം. അപ്പോഴേ നമ്മൾ ഖുർആനിലേക്ക് എത്തുകയുള്ളൂ. ഖുർആൻ പറയുന്ന ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുക എന്നത് മാത്രമാണ് ഒരു മുസ്ലിമിൻ്റെ ധർമ്മം. പ്രിയ സുഹൃത്തുക്കളെ,
സഹോദരീ സഹോദരന്മാരെ, ചേകന്നൂർ മൗലവി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട്, ചേകന്നൂർ മൗലവി വധിക്കപ്പെട്ടിട്ട് 30 വർഷം പിന്നിടുകയാണ്. നമ്മളത് എല്ലാ വർഷവും മതഭീകരതാ വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ഒരു 20 വർഷം മുമ്പ് നമ്മൾ ഇതൊരു മതഭീകരതാ വിരുദ്ധ ദിനമായി ആചരിക്കാൻ തുടങ്ങിയപ്പോൾ മതം ഒരു പ്രശ്നമാണ് എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. കാരണം ഇസ്ലാം ഒരു മതമാണ് എന്നുള്ള വിശ്വാസത്തിലായിരുന്നു നമ്മൾ. പക്ഷേ അവിടെ നിന്നൊക്കെ മുന്നോട്ട് പോയി ചേകന്നൂർ മൗലവി കാണിച്ചു തന്ന വഴിയിലൂടെ മുന്നോട്ട് പോയപ്പോൾ ഒരു മതം ആചരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഷിർക്ക്, എന്നാണ് ഏറ്റവും വലിയ ദൈവനിന്ദ എന്നാണ് നമുക്ക് ഖുർആനിൽ നിന്നും മനസ്സിലായത്. ഖുർആനികമായിട്ട് ഒരു മതം ആചരിക്കാനേ പാടില്ല. അള്ളാഹുവിൻ്റെ മതം ഈ പ്രാപഞ്ചിക വ്യവസ്ഥിതിയാണ്. ഈ പ്രാപഞ്ചിക വ്യവസ്ഥിതിയിൽ ഒരു മതത്തിന് സ്ഥാനമില്ല, ഒരു ആചാരങ്ങൾക്ക് സ്ഥാനമില്ല. ഇന്ന് എന്നോട് ഇവിടെ സംസാരിക്കാൻ പറഞ്ഞ വിഷയം ആരാണ് അള്ളാഹു എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഞാൻ വളരെയധികം കൺഫ്യൂഷനായി. ആരാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വിഷയമല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആരാണ് അള്ളാഹു എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ അള്ളാഹു. വിശുദ്ധ ഖുർആൻ അള്ളാഹു എന്ന ആ മഹത്തായ കൺസെപ്റ്റിനെ ഒരു ഗ്രന്ഥരൂപത്തിൽ നമുക്ക് നൽകിയ ഒരു മഹാപ്രതിഭയാണ് മുഹമ്മദ് നബി. ഖുർആനാണ് അള്ളാഹുവിൻ്റെ കലാം എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇസ്ലാം മതത്തിലെ അള്ളാഹുവിൻ്റെ സങ്കല്പത്തെക്കുറിച്ച് നമ്മൾ ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്ന അള്ളാഹുവിനെക്കുറിച്ച് നാം ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഇസ്ലാം മതം 5 നേരം അറബി ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തുണ്ട് എന്ന് നമ്മളെ ഇതുവരെ പഠിപ്പിച്ച ഇസ്ലാം മതം. ശേലാകർമ്മം ചെയ്താൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു അള്ളാഹു ആകാശത്തിരിക്കുന്നില്ല. 5 നേരം ബാങ്ക് വിളിച്ചാൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ അങ്ങനത്തെ ഒരു അള്ളാഹു ആകാശത്തിരിക്കുന്നില്ല. റമദാനിൽ ഒരു മാസം പകലിൽ മുഴുവൻ പട്ടിണി കിടന്നാൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ അങ്ങനത്തെ ഒരു അള്ളാഹു ആകാശത്തിരിക്കുന്നില്ല. മക്കത്ത് പോയി കല്ല് പെറുക്കിയും കല്ല് ചുംബിച്ചും ഹജ്ജ് ചെയ്താൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തിരിക്കുന്നു എന്ന് ലോക മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ അങ്ങനത്തെ ഒരു അള്ളാഹു ഖുർആനിലില്ല. അങ്ങനത്തെ ഒരു അള്ളാഹുവിനെക്കുറിച്ച് ഖുർആനോ മുഹമ്മദ് നബിയോ പരിചയപ്പെടുത്തുന്നില്ല. പിന്നെ ആരാണ് അള്ളാഹു? അള്ളാഹുവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് 3 രീതിയിലാണ്. ഒന്ന്, ഈ പ്രാപഞ്ചിക വ്യവസ്ഥിതി. ഞാൻ ഖുർആൻ വായിച്ചപ്പോൾ, ഞാൻ 10-20 വർഷം ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അള്ളാഹു എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഈ പ്രാപഞ്ചിക വ്യവസ്ഥിതിയാണ്. അള്ളാഹു എന്ന വ്യവസ്ഥിതിയെ ആർക്കും നിർവചിക്കാൻ സാധ്യമല്ല. നമുക്കറിയാം, അള്ളാഹുവിനെക്കുറിച്ച് നമുക്കൊരു ചിന്താഗതിയുണ്ട്. ഇവിടുത്തെ ഓരോരുത്തർക്കും അവരുടെ മനസ്സിൽ അള്ളാഹു എന്നെക്കുറിച്ച് കൺസെപ്റ്റ് ഉണ്ടാവും. ഹിന്ദുവിനൊരു കൺസെപ്റ്റ് ഉണ്ടാവും, ക്രിസ്ത്യാനിക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവും, ജൂതിനൊരു കൺസെപ്റ്റ് ഉണ്ടാവും, മുജാഹിദിലെ തന്നെ ഓരോ വിഭാഗങ്ങൾക്കും ഓരോ കൺസെപ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇതൊന്നും ഖുറാനികമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. ഖുർആൻ പറയുന്നത് അള്ളാഹു എന്ന് പറയുന്ന ആ പ്രതിഭാസത്തെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ സാധ്യമല്ല, നിങ്ങൾക്കതിനെ ഡിഫൈൻ ചെയ്യാൻ, നിർവചിക്കാൻ സാധ്യമല്ല. പിന്നെ ഓരോ ഒരു കാര്യം എന്താ ചെയ്യാൻ പറ്റുക? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് സുന്ദരമായ നാമങ്ങളുണ്ട്, സുന്ദരമായ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ് റഹ്മാൻ റഹീം. അതാണ് വിശുദ്ധ ഖുർആനിൽ ആദ്യം തന്നെ പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികരും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ വേദമാകുന്നു ഇത്. ഇതവർ തെറ്റിച്ച് പഠിപ്പിച്ചു. എന്ത്? പരമകാരുണികരും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന്. അപ്പോൾ നാമത്തിൽ എന്ന് പറയാൻ അവിടെ വകുപ്പില്ല എന്ന് നമ്മുടെ അൻസാരി മാഷും അതേപോലെ മുദൂർ മൗലവിയും വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഖമർ സമാനൊക്കെ അത് വളരെയധികം ഭംഗിയായിട്ട് സമർത്ഥിച്ചാണ്. അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പരിഭാഷപ്പെടുത്താൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പദത്തിന് അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്ന് പരിചയപ്പെടുത്താൻ സാധ്യമല്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റുക ഇത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്നഹു മിൻ സുലൈമാൻ ഇന്നഹു ബിസ്മില്ല. ഇത് സുലൈമാനിൽ നിന്നുള്ളതാണ്,
ഇത് ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്നാണ്. അപ്പോൾ ഖുർആൻ എന്ന വേദത്തിൻ്റെ ആകത്തുക ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്നതിലുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ എല്ലാ ഗുണങ്ങളും ഖുർആൻ എന്ന വേദത്തിൻ്റെ ആകത്തുകയാണ് ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം. കാരണം കാരുണ്യമുള്ള ഒരു ലോകത്തിൽ നിന്നാണ്, കാരുണ്യമുള്ള ഒരു മനസ്സിൽ നിന്നാണ് മനുഷ്യൻ്റെ നീതിബോധവും മനുഷ്യൻ്റെ സഹായ സഹകരണ മനോഭാവവും കർമ്മം ചെയ്യാനുള്ള പ്രചോദനവും ജ്ഞാനബോധവും അതായത് ശാസ്ത്രബോധവും ഇതെല്ലാം ഉണ്ടാകുന്നത് ഈ കാരുണ്യമുള്ള ഒരു ഹൃദയത്തിൽ നിന്നാണ്. മനുഷ്യനോട് അള്ളാഹു പറഞ്ഞത് മനസ്സ് നന്നാക്കാനാണ്. നിങ്ങളൊരു അർറഹ്മാൻ ആവണം, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ കാണണം. ഇതല്ലാതെ അള്ളാഹു എന്ന് പറയുന്ന ഈ പ്രാപഞ്ചിക വ്യവസ്ഥിതിക്ക് പിന്നിലുള്ള ശക്തിയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ ഉൾക്കൊള്ളുക. അപ്പോൾ കാരുണ്യമുള്ള ഹൃദയത്തിൽ നിന്ന് എന്തുണ്ടാവും? നീതിബോധമുണ്ടാവും, സഹായ സഹകരണ മനോഭാവം ഉണ്ടാവും, സഹാനുഭൂതി ഉണ്ടാവും, ശാസ്ത്രബോധമുണ്ടാവും, അതേപോലെ കർമ്മം ചെയ്യാനുള്ള കർമ്മബോധവും നമുക്കുണ്ടാവും, ഉത്തരവാദിത്വ ബോധം ഉണ്ടാവും. ഈ എല്ലാ നല്ല ഗുണങ്ങളും ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന ഒരൊറ്റ വചനത്തിലുണ്ട്. ഇനി നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ 6351 വചനങ്ങൾ എടുത്തു നോക്കൂ. ഈ വചനങ്ങളുടെ ഒക്കെ ആവർത്തനം ഈ 6 അടിസ്ഥാന പാഠങ്ങളുടെ ആവർത്തനമാണ്. അപ്പം അൻസാരി ഭാഷ ഒരു 10 വർഷം മുമ്പ് നിങ്ങൾ കരുണ കാണിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പലരും കളിയാക്കി. നിങ്ങൾ എന്താണോ ഈ കരുണ കാണിക്കാൻ, ഇതിന് വേണൊരു ഗ്രന്ഥം വേണോ കരുണ കാണിക്കാൻ പറയാൻ? അന്നാണ് എനിക്ക് ഇതിൻ്റെ പ്രാധാന്യം ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാനത് 10 കൽപ്പനകളായിട്ട് അവതരിപ്പിച്ചു. കാരണം കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊരു നല്ലൊരു ശൈലിയിൽ അഹങ്കാരിയാവരുത്, അജ്ഞാനിയാവരുത്, അലസനാവരുത്, പിശുക്കനും ധാരാളിയുമാവരുത്, നിങ്ങൾ വിധിയിൽ വിശ്വസിക്കരുത്, നിങ്ങളൊരു മതവിശ്വാസിയാവരുത്, നിങ്ങൾ ശാസ്ത്രബോധം ഇല്ലാത്തവരാവരുത്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾ ഒരിക്കലും ശാസ്ത്രവിരോധിയാകരുത്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാവണം. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ 6351 വചനങ്ങളും നിങ്ങൾക്കിങ്ങനെ 10 ഹെഡിങ്ങിൽ നിർത്താൻ പറ്റും, അല്ലെങ്കിൽ 6 ഈമാൻ കാര്യങ്ങൾ നിർത്താൻ പറ്റും. അപ്പോൾ ഇതാണ് വിശുദ്ധ ഖുർആൻ എന്ന വേദത്തിൻ്റെ ആകത്തുക. ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്നും വിശുദ്ധ ഖുർആനിലുള്ള ഈ 6351 വചനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്ന എല്ലാ നിയമങ്ങളും നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന ഒരൊറ്റ വചനത്തിൽ ഒതുക്കാൻ പറ്റും. അത് തന്നെ 10 കൽപ്പനകളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ബൈബിളിൽ പറഞ്ഞതുപോലെ 10 കമാൻഡ്മെൻറ്റ്സ്. അത് തന്നെ നമുക്ക് 6 ഈമാൻ കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കാൻ പറ്റും. കാരണം നമ്മുടെ വൈജ്ഞാനികവും സാംസ്കാരികവുമായ പുരോഗതിയുടെ അടിസ്ഥാനമാണ് ഈ നിയമങ്ങൾ. നിങ്ങൾ വൈജ്ഞാനികമായി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിപരമായി നിങ്ങൾ വികാസം പ്രാപിക്കണമെങ്കിൽ ഈ 10 കൽപ്പനകൾ നമ്മൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. നമ്മുടെ വൈജ്ഞാനികമായും സാംസ്കാരികമായും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്ന, നമ്മുടെ ബോധത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ റബ്ബാണ് ഈ ഖുർആൻ. ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി. അതായത് നിങ്ങൾ അള്ളാഹുവിൽ നിന്ന്, നിങ്ങളുടെ ബോധത്തിൽ നിന്നിറങ്ങിയ ഈ വേദത്തെ നിങ്ങൾ പിൻപറ്റൂ എന്ന് ഖുർആൻ പറഞ്ഞത്. അതായത് നമ്മുടെ ബോധത്തിലുണ്ട് ഈ ഖുർആൻ. ബൽ ഹുവ ആയത്തുൻ ബയ്യിനാത്തുൻ ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽമ്. വിവരമുള്ളവൻ്റെ മനസ്സിൽ ഞാൻ ഈ ഗ്രന്ഥം വളരെ ഭദ്രമാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഖുർആൻ ഇത് ലാഹുൽ മഹ്ഫൂസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ DNA-യിൽ ഇതുണ്ട്. ഓരോ മനുഷ്യൻ്റെ മനസ്സിലും അള്ളാഹുവിൻ്റെ ഈ ഗ്രന്ഥം നമ്മുടെ മനസ്സിൽ, നമ്മുടെ മനസ്സിലും ശരീരത്തിലുമായി നമ്മുടെ DNA-യിൽ അള്ളാഹു ഇത് ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നശിക്കില്ല. ഈ ഉത്ബോധനങ്ങൾ ഒരിക്കലും നശിക്കില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ ഫഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഉത്ബോധനം ഇറക്കിയത് നാമാണ്. അതിനെ നാം തന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഈ ഖുർആൻ ഈ അറബി ഭാഷയിലുള്ള ഈ കൃതി സംരക്ഷിക്കുന്നതല്ല. ആ ഉത്ബോധനങ്ങൾ എല്ലാവരുടെയും മാനവരാശിയുടെ വൈജ്ഞാനികവും സാംസ്കാരികവുമായ പുരോഗതിക്ക് ആവശ്യമായ എല്ലാ നിയമങ്ങളും ഈ ഖുർആനിലുണ്ട്. അത് നമ്മുടെ മനസ്സായിട്ട്, നമ്മുടെ മനസ്സാക്ഷിയായി, നമ്മുടെ മനസ്സും നമ്മുടെ വേദമായി നമ്മിൽ തന്നെയുണ്ട്. അപ്പോൾ ഈ ഖുർആൻ നമ്മുടെ ബോധമായി നമ്മിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ് ഈ ഖുർആൻ. നമ്മുടെ അള്ളാഹുവിൽ നിന്ന് നമ്മുടെ ബോധത്തിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥം. ഇതെല്ലാ ജ്ഞാനികളുടെയും ബൽ ഹുവ ആയത്തുൻ ബയ്യിനാത്തുൻ ഫീ സുദൂരില്ലദീന ഊത്തുൽ ഇൽമ്. വിവരമുള്ളവരുടെ മനസ്സിൽ ഞാൻ ഈ വേദവചനങ്ങൾ വളരെ ഭദ്രമായി വെച്ചിട്ടുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഈ ഖുർആൻ നമ്മിൽ തന്നെയുണ്ട്. അപ്പോൾ പുറത്തു പോകണ്ട, എല്ലാം ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഈ വേദവചനങ്ങളിൽ ഈ 6 നിയമങ്ങളിൽ അല്ലെങ്കിൽ 10 കൽപ്പനകളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അള്ളാഹുവിനെ നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ ഈ നിയമങ്ങൾ ഉൾക്കൊള്ളുക,
എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന സുന്നികളുടെ ഈമാൻ കാര്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താണ്? 5 നേരം നമസ്കരിക്കുന്നവർ അള്ളാഹു ആകാശത്തിരിക്കുന്നുണ്ട്, 5 നേരം ബാങ്ക് കൊടുത്താൽ അത് ഇഷ്ടപ്പെടുന്ന അള്ളാഹു ആകാശത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർ അള്ളാഹുവിൽ വിശ്വസിക്കാനാണ് പറഞ്ഞത്, ആകാശത്തിരിക്കുന്ന അള്ളാഹു. സത്യത്തിൽ ഈ അള്ളാഹു എന്ന് പറയുന്നത് മക്കയിലെ കഅബയിൽ ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ഒക്കെ പിതാവായിട്ട് അറബികൾ ആരാധിച്ചിരുന്നൊരു അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്. പ്രപഞ്ചത്തിൻ്റെ പിറകിലുള്ളൊരു ശക്തി, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹു മാക്കും അയനമാക്കും, നിങ്ങൾ എവിടെയാണോ അവിടെയൊക്കെ അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയുള്ള അള്ളാഹു, ആ അള്ളാഹുവിനെ കുറിച്ച്, ആ പ്രപഞ്ചനാഥനെയാണ്, ആ പ്രാപഞ്ചിക ശക്തിയെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ പ്രപഞ്ചനാഥനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഈ 6 അടിസ്ഥാന നിയമങ്ങൾ: കരുണ കാണിക്കുക, അറിവ് നേടുക, കർമ്മം ചെയ്യുക, സത്യവും നീതിയും മുറുകെ പിടിക്കുക, ജാതിമത ഗോത്ര ചിന്തകൾക്ക് അതീതമായി മാനവരാശി ഒരു കുടുംബമായി കാണുക, സത്യവും നീതിയും മുറുകെ പിടിക്കുക. ഇതൊക്കെയാണ് ഈ 6 പാഠങ്ങൾ, മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനമായ ഈ 5 പാഠങ്ങൾ. അങ്ങനെ മനുഷ്യത്വം അടക്കം 6 പാഠങ്ങൾ. ഇതാണ് നമ്മൾ ഖുർആൻ എന്ന വേദം എന്ന് കേൾക്കുമ്പോൾ, അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ, റസൂൽ എന്ന് കേൾക്കുമ്പോൾ, ഈ ദൂതൻ നമ്മിൽ തന്നെയുണ്ട്. ഈ എല്ലാ പാഠങ്ങളും നമ്മിൽ തന്നെയുണ്ട്. നമ്മുടെ വേദം നമ്മുടെ റസൂലായി, നമ്മുടെ റബ്ബായി, നമ്മുടെ അള്ളാഹുവായി നമ്മിൽ തന്നെയുണ്ട്. അപ്പോൾ മനുഷ്യനെ ദൈവമാക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. സാധാരണക്കാരനെ ഒരു അള്ളാഹുവിൻ്റെ പദവിയിലേക്ക് ഉയർത്തുന്ന ഒരു ഗ്രന്ഥമാണ് എന്ത്? വിശുദ്ധ ഖുർആൻ. അപ്പോൾ ഇങ്ങനെ ഈ ഇതിൽ നിന്ന് തെറ്റിച്ച് ഇതിനെ കംപ്ലീറ്റ് മനസ്സൂക്കാക്കി ഖുർആൻ ദുർബലപ്പെടുത്തിക്കൊണ്ട് അബൂ ഹുറൈറയും മുആവിയയും നബിയുടെ മരണം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ആ മതം പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് ബോധന ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആൻ എന്ന വേദത്തിലൂടെ നാം പരിചയപ്പെട്ട അള്ളാഹുവിനെയാണ്. ഇതാണ് ഖുർആനിലെ അള്ളാഹു. അപ്പോൾ ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഓരോ വ്യക്തിക്കും, ഓരോ സംഘടനക്കും ഇത്തരം ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ, അത്തരത്തിലുള്ള ഒരു രാഷ്ട്രമുണ്ടെങ്കിൽ, ആ രാഷ്ട്രത്തിൻ്റെ പേര് കൂടിയാണ് അള്ളാഹു. ഇബ്രാഹിം നബിയുടെ ഭാഷയിൽ, അറാമിക് ലാംഗ്വേജിൽ, ഇബ്രാഹിം നബിയുടെ ഭാഷയായ അറമായ ഭാഷയിൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അർത്ഥം, നിങ്ങളുടെ ഭരണഘടന. ഇതാണ് ഖുർആൻ, നമ്മുടെ ഭരണഘടന. ഇത് ഈ അടിസ്ഥാനപരമായ 5 പാഠങ്ങളിൽ നിന്നാണ് ലോകത്തുള്ള എല്ലാ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന എല്ലാ നല്ല ജനാധിപത്യ രാജ്യങ്ങളുടെയും അടിസ്ഥാനം ഈ വിശുദ്ധ ഖുർആനാണ്. നമ്മളൊരു പ്രാർത്ഥനയെ എതിർക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നത് ഒരു അപരാധമായിട്ട് നമ്മൾ കാണുന്നില്ല. നമുക്ക് എവിടേക്ക് തിരിഞ്ഞും പ്രാർത്ഥിക്കാം. വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ് വല്ലാഹു വാസിഉൻ അലീം. അതായത് ഒരു മുസ്ലിമിന് എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ, ഫാത്തിഹ ഓതിട്ട്. ഇപ്പോൾ നേരത്തെ മജീദ് സുല്ലമി നമ്മുടെ പാരമ്പര്യ പരിഭാഷയിലെ കുറേ കുഴപ്പങ്ങൾ പറഞ്ഞു. അതൊക്കെ നമ്മൾ ഈ രീതിയിൽ അർത്ഥം പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അത് പിന്നീട് ഒരിക്കലാവാം. അതിൽ നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആനിനെ ഖുർആൻ കൊണ്ട് അർത്ഥം ഈ രീതിയിൽ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ മതമില്ല, ജാതിയില്ല, യാതൊരു വൈരുദ്ധ്യവും അതില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ നിയമം നമ്മൾ വിശുദ്ധ ഖുർആനിലുള്ള ഈ നിയമം അനുസരിച്ച് നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞും പ്രാർത്ഥിക്കാം. പക്ഷേ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അക്കായിദ പ്രകാരം, അവരുടെ നിയമപ്രകാരം അറേബ്യയിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം അത് സ്വീകരിക്കുള്ളൂ. അതാണ് ഒന്നാന്തരം ബിംബാരാധന. കാരണം പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചെങ്കിലേ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂ എന്നാണ് ഇവർ നമ്മളെ ഇതുവരെ പഠിപ്പിച്ചത്. അപ്പോൾ ഇതിലും വലിയ ശിർക്ക് വേറൊന്നുമില്ല. അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക, അതും ഒരു പ്രത്യേക രീതിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ആ ചെറിയ മൺകെട്ടിടത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിൻ്റെ പേരാണ് ബിംബാരാധന. എന്നിട്ട് മുജാഹിദ് വാലുഷിയർ പോലുള്ള ചില മതപുരോഹിതന്മാർ നമ്മുടെ ഗുരുവായൂരപ്പനെ വളരെ മോശമായ പദത്തോടെ പരാമർശിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹമാണ് ഏറ്റവും വലിയ ശിർക്ക് ചെയ്യുന്നത്, ഏറ്റവും വലിയ ബിംബാരാധകൻ ഇവിടുത്തെ മുസ്ലിങ്ങളാണ് എന്ന വസ്തുത അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. കാരണം 5 നേരം അറബി ഭാഷയിലേക്ക് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ദിവസം 5 നേരം വളരെ കൃത്യമായി ബിംബാരാധന ചെയ്യുന്ന ഒരു വിഭാഗമാണ് മുസ്ലിംകൾ. സത്യത്തിൽ അങ്ങനെ ഒരു അള്ളാഹുവിനെക്കുറിച്ചോ അങ്ങനെയുള്ള ഒരു ഐഡിയോളജിയെക്കുറിച്ചോ ഖുർആൻ പറയുന്നില്ല. ഇതൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന ഇസ്ലാം മതത്തിൻ്റെ സൃഷ്ടിയാണ്. അതേപോലെ നമ്മുടെ ഖിബല, നമ്മുടെ ദിശാബോധം ഈ ഖുർആനാണ്.
ഈ ഖുറാനിലുള്ള ഇതാണ് നമ്മുടെ കിബില. അല്ലാതെ മണ്ണ് കൊണ്ടുള്ള ഒരു കെട്ടിടമല്ല മുസ്ലിമിൻ കിബില. നമ്മുടെ കിബില ഈ ഖുറാനാണ്. അതായത് കരുണ കാണിക്കണം, അറിവ് നേടണം, കർമ്മം ചെയ്യണം, സത്യവും നീതിയും മുറുകെ പിടിക്കണം, സഹായ സഹകരണങ്ങൾ ചെയ്യണം. അതുപോലെ നിങ്ങൾ ഈ വിശുദ്ധ ഈ 6 മൂല്യങ്ങളുടെ വാക്താവായിക്കൊണ്ട് മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ വാക്താവായി നിൽക്കണം. ഈ മാനവികതയിൽ നിന്നാണ് ജനാധിപത്യബോധവും മതേതരത്വവും ഉണ്ടാകുന്നത്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനം ശരിക്കും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വചനമാണ്. മുഹമ്മദ് നബി ആദ്യമായി മദീനയിൽ ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാക്കിയപ്പോൾ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി ഒരു ഇസ്ലാം മതം ഉണ്ടാക്കി 20 വർഷം വളരെ ഭംഗിയായിട്ട് ഒരു ഇസ്ലാമിക ഭരണം നടത്തിയത് മുഹമ്മദ് നബിയായിരുന്നു. ഏഥൻസിലും ഗ്രീസിലും അന്നത്തെ റോമനോ പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ ചില ഭാഗത്തൊക്കെ ഈ ജനാധിപത്യം എന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും അത് വളരെ ഭംഗിയായി വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തത് മുഹമ്മദ് നബിയാണ്. ആ 20 വർഷം മുഹമ്മദ് നബി ഖുർആൻ മുറുകെ പിടിച്ചുകൊണ്ട് അറേബ്യ മദീന ആസ്ഥാനമാക്കി ഒരു ഭരണം നടത്തി. ഇതേ മാനിഫെസ്റ്റോ തന്നെയാണ് പിന്നീട് ഖലീഫ ഉമർ ലോകത്തിന് കൊടുത്തത്. കാരണം റോമും പേർഷ്യയും മദീന എന്ന ചെറിയ രാഷ്ട്രത്തെ ആക്രമിച്ചപ്പോൾ ഖലീഫ ഉമർ അദ്ദേഹത്തിൻ്റെ മുആവിയയുടെ അബൂ സുഫിയാൻ്റെ സഹായത്തോടു കൂടി റോമ പേർഷ്യൻ സാമ്രാജ്യങ്ങളെ ആക്രമിക്കാൻ തീരുമാനിച്ചു. ആദ്യമായിട്ട് മുഹമ്മദ് നബി അകറ്റി നിർത്തിയിരുന്ന അറബിസം ഇസ്ലാമുമായിട്ട് കൈകോർക്കണമെന്നാണ്. അപ്പോൾ അബൂ സുഫിയാൻ്റെ സഹായത്തോടു കൂടി മുആവിയ അങ്ങോട്ട് മാർച്ച് ചെയ്തു. എങ്ങോട്ട്? ഇറാഖിലേക്കും സിറിയയിലേക്കും മാർച്ച് ചെയ്തു. അങ്ങനെ 2 വൻ രാഷ്ട്രങ്ങൾ ഇസ്ലാമിൻ്റെ കാൽക്കീഴിൽ വന്നു. അപ്പോൾ ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കൊടിക്കീഴിൽ വരാൻ ഈ ജനാധിപത്യ വ്യവസ്ഥിതി കാരണമായി എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ജനാധിപത്യ അറബികൾക്ക് കൊടുത്ത അതേ മാനിഫെസ്റ്റോ തന്നെയാണ് റോമൻ പേർഷ്യ സാമ്രാജ്യങ്ങളിലെ സാധാരണക്കാരന് നബി കൊടുത്തത്, ഖലീഫ ഉമർ കൊടുത്തത്. നബി അറബികൾക്ക് കൊടുത്തതുപോലെ അതേ മാനിഫെസ്റ്റോ 30ഓളം ഗോത്രങ്ങൾ 30ഓളം രാഷ്ട്രങ്ങളായി പരസ്പരം തല്ലുകയായിരുന്ന അറേബ്യയെ ഈ ഖുർആൻ കൊണ്ട് നബി ഏകീകരിച്ചു. ഇതേപോലെ തന്നെ ഈ ഖുർആൻ കൊണ്ട് ഖലീഫ ഉമറും ലോകത്തെ ഏകീകരിച്ചു. അങ്ങനെ ഒരു 40 വർഷം 30 വർഷത്തോളം ഇസ്ലാം ലോകത്ത് കത്തി നിന്നു. ഇതാണ് ഇസ്ലാമിൻ്റെ ഇന്നത്തെ ഇസ്സത്തിൻ്റെ ആകത്തുക. അല്ലാതെ ഈ 5 നേരത്തെ നിസ്കാരം അതിനുശേഷമാണ് അവർ മുആവിയ രാജഭരണം മെല്ലെ മദീനയിൽ നിന്ന് ഇസ്ലാം മെല്ലെ റോമിലേക്ക് മാറ്റി, അതായത് ഡമസ്കസിലേക്ക് മാറ്റി, സിറിയയിലേക്ക് മാറ്റി. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കി. 5 നേരം നിസ്കരിക്കണം, അറബി ഭാഷയിൽ പ്രാർത്ഥിക്കണം, മുഹമ്മദ് നബി ആകാശത്ത് നിന്ന് മുഹമ്മദ് നബിക്ക് അള്ളാഹു കൊടുത്ത ഗ്രന്ഥമാണിത്, അതനുസരിച്ച് ജീവിക്കണം, 5 നേരം ബാങ്ക് കൊടുക്കണം, 1 മാസം പകൽ പട്ടിണി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ജൂത ക്രിസ്ത്യൻ മതങ്ങളെപ്പോലൊരു മതമാക്കിയിട്ട് ഇസ്ലാമിനെ തരം താഴ്ത്തി. സത്യത്തിൽ ഈ കിതാബ് ഓരോ മനുഷ്യനും അള്ളാഹു നൽകിയതാണ്. കിതാബുൻ ഉൻസിലയിലേക്ക, നിങ്ങളിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥം, നിങ്ങളിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥം. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ്. ഓരോ ആണിനും പെണ്ണിനും ഓരോരുത്തരിലും ഒരു മുഹമ്മദ് ഉണ്ട്. ആ മുഹമ്മദിന് അള്ളാഹു നൽകിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നമുക്ക് അള്ളാഹു തലച്ചോറ് നൽകിയിട്ടുണ്ട്, നമ്മൾ ചിന്തിക്കണം. നമ്മൾ കണ്ണും കാതൊക്കെ തന്നിട്ടുണ്ട്, നമ്മൾ എല്ലാം കാണണം, എല്ലാം കേൾക്കണം, ചിന്തിക്കണം. നമുക്ക് 2 കൈകൾ അള്ളാഹു, കൈയും കാലൊക്കെ അള്ളാഹു, കർമ്മേന്ദ്രിയങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, നമ്മൾ കർമ്മം ചെയ്യണം. ഒരു നുണ പറയുമ്പോൾ അത് നുണയാണ് എന്ന് പറയുന്ന ഒരു മനസ്സാക്ഷി നമുക്കുണ്ട്. അപ്പോൾ അനീതി ചെയ്യരുത്, അക്രമം ചെയ്യരുത് എന്ന് പറയുന്ന ഒരു മനസ്സ് നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം നിങ്ങളിലേക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ്. അല്ലാതെ മുഹമ്മദ് നബിക്ക് ആകാശത്ത് നിന്ന് അള്ളാഹു എഴുതി കൊടുത്തതല്ല. നമ്മുടെയൊക്കെ വിചാരം ഇത് ആകാശത്തെ ഏതോ ഒരു അദൃശ്യ ലോകത്ത് നിന്ന് അള്ളാഹു കയ്യും കാലും കയ്യൊക്കെ ഉള്ള അള്ളാഹു എഴുതി കൊടുത്തയച്ചെന്നാണ്. ഇതെന്നെ ഷിർക്കാണ്. ആ ചിന്താഗതിയാണ് എൻ്റെ പേരാണ് ഷിർക്ക്, അതിൻ്റെ പേരാണ് ബിംബാരാധന. ഇതൊക്കെയാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ മനസ്സിലുള്ളത്. എന്നാൽ അവർ മുന്നോട്ട് വെക്കുന്ന നമസ്കാരമോ, അവർ മുന്നോട്ട് വെക്കുന്ന നോമ്പോ, അവർ മുന്നോട്ട് വെക്കുന്ന ഹജ്ജോ ഇതൊന്നും ഖുർആനിൻ്റെ ഭാഗമല്ല. അങ്ങനത്തെ ഒരു പ്രത്യയശാസ്ത്രം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പറ്റിക്കൽ പ്രസ്ഥാനം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു പേടിപ്പിക്കൽ പ്രസ്ഥാനം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഒരു കുതിപ്പിക്കൽ പ്രസ്ഥാനം, അത് ആ ഇസ്ലാം മതവും ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു ശക്തിയാണ്. ആ ശക്തിയെ നമുക്ക് എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാലും അവനെ നമുക്ക് ഫാത്തിഹ ഓതിയിട്ട് എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. അതിനുള്ള വകുപ്പ് ചേകന്നൂർ മൗലവി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും സലാത്തിനെതിരല്ല. സലാത്ത് എന്ന് പറഞ്ഞാൽ ഈ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ജീവിതം പറയല്ലോ, കരുണ കാണിക്കണം, അറിവ് നേടണം, കർമ്മം ചെയ്യണം, സത്യവും നീതിയും മുറുകെ പിടിക്കണം, സത്യസന്ധനായിരിക്കണം, അതുപോലെ സഹായ സഹകരണങ്ങൾ ചെയ്യണം, അങ്ങനെ മാനവികതയുടെ വാക്താവണം. ഈ 6 ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്
ഒരു വ്യക്തി ജീവിതം, ഒരു കുടുംബ ജീവിതം, പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രം തന്നെ പണിയുന്നതിൻ്റെ പേരാണ് സലാത്ത്. അങ്ങനെ ഒരു സലാത്ത് അതാണ് സലാത്ത് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ചെറിയ ഭാഗമായിട്ട് നിങ്ങൾക്ക് ദിവസവും ഫാത്തിഹ ഓതി എങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം. പക്ഷേ ഇവരത് അറേബ്യയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ബിംബാരാധനയാക്കി മാറ്റി. രാവിലെ അതിന് സുബഹി എന്ന് പറയും, ഉച്ചക്ക് അതിന് ളുഹർ എന്ന് പറയും, അസറിന് അതിന് വൈകുന്നേരത്തുള്ളതിന് അസർ എന്ന് പറയും, സന്ധ്യാസമയത്ത് അതിന് മഗ്രിബിന് പറയും, രാത്രിക്ക് അതിന് അഷ എന്ന് പറയും. ഇതിന് പേര് മാറ്റി പറഞ്ഞാൽ അള്ളാഹു ഇത് സ്വീകരിക്കില്ല എന്ന് പറയും. ഇതാണ് ഇവരുടെ ആകെയുള്ള ഇവർ പഠിപ്പിക്കുന്ന മദ്രസയിൽ പോയി പഠിപ്പിക്കുന്നതൊക്കെ ഇത്ര അനാവശ്യങ്ങളാണ്. ഏത് സുബഹിൻ്റെ നിയത്ത് ഇഷാക്ക് പറ്റൂല, ഇഷാൻ്റെ നിയത്ത് ളുഹറിന് പറ്റില്ല. ഇങ്ങനെയുള്ള പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ അട്ടിമറിച്ചവരാണ് ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ദിവസവും നമ്മൾ കേൾക്കുന്ന ഈ ബാങ്കിൽ 7 തെറ്റുകളുണ്ടെന്നും ചേകനൂർ മൗലവി പ്രസംഗിച്ചിട്ട് 30 വർഷം കഴിഞ്ഞു. നമ്മളത് പഠിച്ച് മുന്നോട്ട് പോയി നോക്കിയപ്പോൾ 10 തെറ്റുകളുണ്ട് എന്ന് നമ്മളിപ്പം പറയുന്നു. കാരണം ആ ബാങ്കിൽ എവിടെയും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നവർ ഉറക്കെ പറയില്ല. കാരണം ഖുർആനിലില്ലാത്ത അള്ളാഹു അക്ബർ കൊണ്ടാണ് ആ ബാങ്ക് ആരംഭിക്കുന്നത്. എന്നാൽ ഖുർആൻ മാനവരാശി ആബാലവൃദ്ധം ജനങ്ങൾ ആജീവനാന്തം മുറുകെ പിടിക്കേണ്ട ഈ 10 കൽപ്പനകൾ, ഈ 6 ഈമാൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്ന ഈ വേദം, ഇത് ഒന്ന് വിളിച്ചു പറയാൻ ഇവർക്ക് ബാങ്കിലൂടെ പറ്റില്ല. ഇവരാകെ ഖുർആനിലില്ലാത്ത അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറയും. എന്നിട്ട് നിസ്കരിക്കാൻ വരൂ, അറബി ഭാഷയിൽ പ്രാർത്ഥിക്കാൻ വരൂ, വിജയത്തിലേക്ക് വരൂ. ഇങ്ങനൊരു പ്രാർത്ഥന, ഇങ്ങനൊരു പാഠം ഖുർആൻ പഠിപ്പിച്ചിട്ടേ ഇല്ല. നമ്മളോട് പറഞ്ഞത് കർമ്മം ചെയ്യാനാണ്. നിങ്ങൾ അറിവ് നേടുക, കർമ്മം ചെയ്യുക. ഇത് ചെയ്യാതെ നിങ്ങൾക്ക് ഇവിടെ യാതൊരു രക്ഷയില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. മനസ്സ് ശുദ്ധീകരിക്കുക, അങ്ങനെ നിങ്ങളുടെ ചിന്തകളും ചെയ്തികളും ശുദ്ധമാക്കി വെക്കുക. അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ കയ്യും കാലും കഴിയാൻ മതി. വൗസിലു വുജൂഹക്കും വൈദ്യക്കും, നിങ്ങളുടെ മുഖങ്ങളും നിങ്ങളുടെ കാലുകളും നിങ്ങൾ കഴുകുക. അപ്പോൾ ഒന്നുണ്ടാക്കാൻ അങ്ങനെ വന്നത്. 25ഓളം ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഒന്നുണ്ടാക്കിയതെന്ന് അൻസാരി മാഷും മുദൂർ അബൂബക്കർ മൗലവിയും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ട് 10-20 വർഷമായി. ഇപ്പോഴും നമ്മൾ ഒരു വലിയ വിഭാഗം കയ്യും കാലും കഴുകി പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിസ്കരിക്കുകയാണ്. ഇങ്ങനെ ഇസ്ലാമിനെ അട്ടികറച്ചുകൊണ്ടാണ് ഇസ്ലാം മതം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതേ ഇല്ല. കാരണം അങ്ങനത്തെ ഒരു അള്ളാഹു ഈ ഭൂമിയിലില്ല. എന്നാൽ നിങ്ങൾ കരുണ കാണിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കരുണ കാണിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളോട് കരുണ കാണിച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരോട് കരുണ കാണിച്ചാൽ, നിങ്ങളെ സഹായിക്കുന്നൊരു അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾ അറിവ് നേടിയാൽ, നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവനായാൽ, നിങ്ങൾ ശാസ്ത്രബോധമുള്ളവനായാൽ, നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവനായാൽ, നിങ്ങളെ സഹായിക്കുന്നൊരു അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനത്തെ ഒരു അള്ളാഹുവിനെ നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനത്തെ ഒരു അള്ളാഹുവിന് വേണ്ടി അള്ളാഹുത്തോട് നിങ്ങൾ തേടിക്കോളൂ. നിങ്ങൾ സഹായ സഹകരണങ്ങൾ ചെയ്താൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അള്ളാഹു, എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്ന അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അതേപോലെ നിങ്ങൾ സത്യവും നീതിയും മുറുകെ പിടിച്ചാൽ, നിങ്ങളുടെ ബന്ധുക്കളോട് ഒരു അനീതി ചെയ്യാതിരുന്നാൽ, നിങ്ങളുടെ കുട്ടികളോട് ഒരു അനീതി ചെയ്യാതിരുന്നാൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരോട് നിങ്ങളൊരു അനീതി ചെയ്യാതിരുന്നാൽ, നിങ്ങളെ സഹായിക്കുന്ന ഒരു അള്ളാഹു ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനത്തെ ഒരു അള്ളാഹുവിനാണ് നമ്മൾ പേടിക്കേണ്ടത്. അല്ലാതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഈ മതക്കാർ പറയുന്ന, ഇവർ 5 നേരം വിളിച്ചു പറയുന്ന അള്ളാഹുവിനെ നിങ്ങൾ പേടിക്കാൻ വേണ്ട. ശാലാകർമ്മം എന്ന് പറയുന്ന സാധനം ഖുർആനിലില്ല. എന്നിട്ടും ശാലാകർമ്മം ചെയ്താൽ പ്രസാദിക്കുന്ന ഒരു അള്ളാഹു ആകാശത്തുണ്ട് എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ ശാലാകർമ്മം ചെയ്യുന്നത്. സത്യത്തിൽ ഈ 6 അടിസ്ഥാന സിദ്ധാന്തങ്ങളാണ് ഏക സിവിൽ കോഡിൻ്റെ, ഏകലോകാശയത്തിൻ്റെ, തൗഹീദിൻ്റെ അടിസ്ഥാനം. നമ്മളതുകൊണ്ടാണ് വളരെ വിശാലമായിട്ട് പറയുന്നത് ഏക സിവിൽ കോഡ് വരണം, എങ്കിലേ ഇവിടുത്തെ എല്ലാ മതങ്ങളിലുള്ള അനാചാരങ്ങൾ പോവുകയുള്ളൂ. എല്ലാ മതങ്ങളിലുള്ള അനാചാരം പോകണമെങ്കിൽ ഏക സിവിൽ കോഡ് വരിക തന്നെ വേണം. അപ്പോഴേ നമ്മൾ ഖുർആനിലേക്ക് എത്തുകയുള്ളൂ. ഖുർആൻ പറയുന്ന ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുക എന്നത് മാത്രമാണ് ഒരു മുസ്ലിമിൻ്റെ ധർമ്മം. സലാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധർമ്മമാണ്, അത് ഈ ഖുർആനാണ്, അത് നമ്മുടെ വേദമാണ്, അത് നമ്മുടെ മനസ്സാക്ഷിയായിട്ട്, നമ്മുടെ റബ്ബായി, നമ്മുടെ ബോധമായി നമ്മിൽ തന്നെ ഉണ്ട്, അല്ലാതെ പുറത്തേക്ക് പോകണ്ട. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം നശിക്കില്ല, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ ഫഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് പറയുന്നത്. അപ്പോൾ സലാത്ത് എന്ന് പറഞ്ഞാൽ 5 നേരം അറബി ഭാഷയിൽ പ്രാർത്ഥിക്കലല്ല, ഈ ധാർമ്മിക വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ജീവിതം, ഒരു കുടുംബ ജീവിതം, സർക്കാർ പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രം വളർത്തിയെടുക്കുക. അവിടെയാണ് ഏക സിവിൽ കോഡ്. അതേപോലെ സിയാം എന്ന് പറഞ്ഞാൽ നേരത്തെ മജീദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു, എല്ലാ തിന്മകളെയും തടയാനുള്ള പരിചയമാണ്. കാരണം നമ്മുടെ വൈജ്ഞാനികവും സാംസ്കാരികവുമായ ദാരിദ്ര്യം വരുന്നത് നമ്മൾ ഈ വേദപാഠം മറന്നു പോകുമ്പോഴാണ്. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വേദം മറന്നു പോകുമ്പോൾ, നമ്മൾ ഈ 10 കൽപ്പനകൾ മറന്നു പോകുമ്പോൾ, നമ്മൾ ഈ 6 ഈമാൻ കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ,
നമ്മൾ സാംസ്കാരികമായും നമ്മൾ വൈജ്ഞാനികമായും നമ്മൾ അധപ്പതിക്കും. അപ്പോൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യണം. നമ്മളെപ്പോഴും വിവേകത്തെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചും സംസാരിക്കാൻ മാത്രമേ ബാധ്യസ്ഥരുള്ളൂ. ഒരു മതത്തെക്കുറിച്ച്, ഒരു ആരാധനയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മുഹമ്മദ് നബിയോ ഖുർആനോ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ആകെയുള്ളത് ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ശാസ്ത്രത്തോടൊപ്പം നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടും. അപ്പോൾ സിയാം എന്ന് പറഞ്ഞാൽ അപ്ഡേഷൻ ഓഫ് ദി നോളജ്, പുതിയ പുതിയ അറിവുകളുടെ കണ്ടെത്തലാണ്. പുതിയ അറിവുകളുടെ പിറകെ പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരേ ഒരു ധർമ്മം. അറിവ് നേടുക, വിവേകമുള്ളവനാകുക, പുതിയ പുതിയ അറിവുകളുടെ ശാസ്ത്രത്തോടൊപ്പം നടക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ, ഒരു ഹിന്ദുവിൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം. അല്ലാതെ ഏതെങ്കിലും ഈ ആരാധനകളുടെ പേരിൽ പരസ്പരം ഭിന്നിക്കലല്ല, ഗോത്രങ്ങളുടെ പേരിൽ. ഇപ്പം നമ്മൾ പണ്ട് മണിപ്പൂരിലും പണ്ട് ഗുജറാത്തിലൊക്കെ നമ്മൾ കണ്ടതല്ലോ, നരഹത്യകൾ പരസ്പരം മതത്തിൻ്റെ പേരിലാണ് നടന്നത്. യഥാർത്ഥത്തിൽ ജൂതന്മാരും ക്രിസ്ത്യാനികൾക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഹിന്ദുമതം, ഏറ്റവും പുരാതനമായ ഹിന്ദുമതം വരുന്നതിന് മുമ്പ് ഇവിടെ മതങ്ങളുണ്ടായിരുന്നില്ല. മതങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കിയതാണ്. കാനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യരെല്ലാം ഒരു സമൂഹമായി നിലനിന്നു. എങ്ങനെ? ഈ ധാർമ്മിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ. അവരിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ തിരുത്താൻ വേണ്ടി ഈ വേദവുമായി ഞാൻ ദൈവദൂതന്മാരയച്ചു. അല്ലാതെ ഒരു മതം അയച്ചു എന്ന് ഖുർആനിലെവിടെയില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ഒരു നല്ലൊരു വ്യക്തി ജീവിതം, ഒരു കുടുംബജീവിതം, അതേപോലെ പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുക. അതാണ് ജനാധിപത്യ രാഷ്ട്രം, അല്ലാതെ ഒരു മതരാഷ്ട്രമല്ല. ഹുക്കൂമത്തയിലായി ഇവർ വാദിക്കണം എന്താണ്? ഇപ്പം മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ വാദം 5 നേരം നമസ്കരിക്കുന്ന, അറബി ഭാഷയിൽ പ്രാർത്ഥിക്കുന്ന അങ്ങനത്തെ ഒരു കൗമിനോട് ഉണ്ടാക്കണമെന്നാണ്. അധികാരം കിട്ടിയാൽ ആദ്യം ചെയ്യുക പള്ളി ഉണ്ടാക്കലാണ്. ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന, ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന, ധാർമ്മികത മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗം ഇവിടെ എപ്പോഴും വേണം. അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഈ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന വചനം. അതും നമ്മൾ ഓർത്തു വെക്കുക. അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ ധാർമ്മിക മൂല്യങ്ങളാണ്, ഈ വ്യവസ്ഥിതിയാണ്, ഈ പ്രാപഞ്ചിക വ്യവസ്ഥിതിയാണ്. അത് മുറുകെ പിടിക്കുന്ന വ്യക്തിക്കും അള്ളാഹു എന്ന് പറയാം. അപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് കൂടിയാണ് ഖുർആനിൽ അള്ളാഹു. അല്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ പറ്റില്ല. നന്നാക്കി അധ്വാനിക്കുന്നവരിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാം. നന്നാക്കി സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന, സേവനങ്ങൾ ചെയ്യുന്ന വ്യക്തികളിൽ നിങ്ങൾക്ക് അള്ളാഹിനെ കാണാം. കാരുണ്യവും സ്നേഹവും പ്രകടിപ്പിക്കുന്ന വ്യക്തികളിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാം. അല്ലാതെ നിസ്കരിക്കുന്നവരിലോ, താടി വെച്ചവരിലോ, തൊപ്പി വെച്ചവരിലോ, അല്ലെങ്കിൽ ശാലാകർമ്മം ചെയ്യുന്നവരിലോ ഒന്നും അള്ളാഹിനെ കാണാൻ പറ്റില്ല. അതൊക്കെ ഒരു മതാചാരം മാത്രമാണ്. അങ്ങനെയുള്ളൊരു അള്ളാഹുവിനെ നമ്മൾ എന്നോ കൈവിട്ട് കഴിഞ്ഞു. നമ്മൾ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. ഇതാണ് ഖുർആനിലെ അള്ളാഹു. ഞാൻ മനസ്സിലാക്കിയ അള്ളാഹു ഇതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഏതാനും ധാർമ്മിക മൂല്യങ്ങളുടെ ആകത്തുകയാണ്. അത് നമ്മളുടെ വേദമാണ്, നമ്മളുടെ ബോധമാണ്. അത് നമ്മളുടെ ബോധമായി നമ്മിൽ തന്നെയുണ്ട്, നമ്മുടെ മനസ്സാക്ഷിയാണ്. ആ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച ഒരു വ്യക്തി ജീവിതം, ഒരു കുടുംബജീവിതം, പറ്റുമെങ്കിൽ ഒരു സംഘടന, പറ്റുമെങ്കിൽ ഒരു രാഷ്ട്രം, ഇതായിരിക്കണം. എല്ലാ മതക്കാരും ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസാബീന മൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിർ. ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ചാൽ നമുക്കിവിടെ സ്വർഗീയ ജീവിതമുണ്ട്. ഈ ധാർമ്മിക മൂല്യങ്ങൾ കൈവിട്ടാൽ നമ്മുടെ ജീവിതം ഇവിടെ നരകീയമായിരിക്കും. ഈ ബോധ്യം നമുക്കെല്ലാവർക്കും അറിയാം. പഠിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, കാരുണ്യവും സ്നേഹവും പ്രകടിപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, കഠിനാധ്വാനം ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും, അലസനായാൽ നമ്മൾ പരാജയപ്പെടും. ഇതൊക്കെ എല്ലാവരുടെ ബോധത്തിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുക. ആരായാലും, ഹിന്ദു ആയാലും, മുസ്ലിം ആയാലും, ക്രിസ്ത്യാനി ആയാലും, ജൂതനായാലും, ആരായാലും, മൻ ആമന ബില്ലാഹി, ആര് ഈ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നുവോ, അള്ളാഹുവിൻ്റെ ധർമ്മം, ഈ 10 കൽപ്പനകൾ, 6 ഈമാൻ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം, കരുണ കാണിക്കുക, അറിവ് നേടുക, കർമ്മം ചെയ്യുക, സത്യവും നീതിയും മുറുകെ പിടിക്കുക, സത്യസന്ധനായിരിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, അങ്ങനെ മാനവരാശിയെ ഒരു കുടുംബമായി കാണുക. ഇങ്ങനെ ആര് ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നുവോ, അവൻ ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, ജൂതനാവട്ടെ, സാബിയാവട്ടെ, ആർക്കും സ്വർഗമുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. അവർ യാതൊന്നും ഭയപ്പെടേണ്ടില്ല എന്നാണ്. അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല. അപ്പോൾ സെക്യുലറിസത്തിൻ്റെ ഒരു മതം ആചരിക്കുന്നതിൽ ഖുർആൻ യാതൊരു താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ചെറുപ്പം മുതലേ മദ്രസ പോയിട്ട് നിങ്ങൾ നിസ്കരിക്കണം, നോമ്പ് വെക്കണം, ഹജ്ജ് ചെയ്യണം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അറേബ്യൻ കൾച്ചർ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു 5 വർഷം കഴിയുമ്പോൾ ഖുർആൻ കൈ കൊടുക്കും, ഓദിക്കുമെന്നും പറയും. അങ്ങനെ ഖുർആനെ തമസ്കരിക്കുന്ന
നിലപാടാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ ചെയ്യേണ്ടത് ഈ ഖുർആൻ മദ്രസയിലും മദ്രസയിലും അറബിക് കോളേജിലുമൊക്കെ പഠിപ്പിക്കാൻ, ഖുർആൻ അതിൻ്റെ യാതൊരു വക്രതയുമില്ലാതെ പഠിപ്പിക്കാൻ നമ്മൾ ശുപാർശ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ തന്നെ ഇവിടെ വലിയൊരു വമ്പിച്ച മാറ്റം വരും. ഇപ്പോൾ തന്നെ ഏതാണ്ട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് അത്ര മതത്തോടുള്ള വലിയ പിടുത്തൊക്കെ അവർക്ക് കുറഞ്ഞിട്ടുണ്ട്. പലരും അത് വിട്ട് ഇതിനോട് അത്ര പഴയതുപോലുള്ള അത് കാണിക്കുന്നില്ല. പിന്നെ നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കൂട്ടമായിട്ട് നോമ്പ് വെൽക്കും, കൂട്ടമായിട്ട് ഹജ്ജ്, അത് ചെയ്തോട്ടെ. ഇപ്പോൾ പണ്ട് ശബരിമലയിൽ നമ്മുടെ പവനൻ അതേപോലെ നിരീശ്വരവാദികളുടെ നേതാക്കൾക്കാർ പോയിട്ട് അവിടെ കത്തിക്കുന്ന മകരവിളക്ക് അത് ദേവസ്വം ബോർഡ് കത്തിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോഴേ അന്ന് അത് കോടതിയും പറഞ്ഞു അത് അവിടുത്തെ ദേവസ്വം ബോർഡ് കത്തിക്കുന്നതാണെന്ന്. അന്ന് 10,000 ആൾക്കാരുള്ളായിരുന്നു. പിന്നെ കോടതിയും പറഞ്ഞു, ഗവൺമെൻറ്റും പറഞ്ഞു അത് ദേവസ്വം ബോർഡിൻ്റെ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ആൾക്കാരെ കൂടി കത്തിക്കുന്നതാണ്, അത് ദൈവികമല്ല. ഇപ്പോൾ അത് 10 ലക്ഷം ആൾക്കാർ കാണുന്നു. അപ്പം മതം എന്ന് പറഞ്ഞാൽ അതൊരു ഭ്രാന്താണ്, അത് കൂട്ടമായിട്ട് അങ്ങനെ നടക്കും. പക്ഷെ നമ്മൾ പോകേണ്ടത് ഈ ഖുർആനിൽ ഈ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ഇവിടെ സ്വർഗീയമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ അള്ളാഹു, നമ്മുടെ വേദം, ഇതാണ് നമ്മുടെ അള്ളാഹു. ഈ അള്ളാഹുവിന് ഖുൽ അല്ലാഹു അഹദ് നീ പ്രഖ്യാപിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനത്തിൻ്റെ അതിലുള്ള വിവേകം, വിജ്ഞാനം, കർമ്മബോധം എന്നീ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് നീ പ്രഖ്യാപിക്കുക. എന്ത്? ഖുൽ അല്ലാഹു അഹദ്. അള്ളാഹു എന്ന് പറയുന്നത് ഒരു അദ്വിതീയ പ്രതിഭാസമാകുന്നു. അള്ളാഹു എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ആദ്യവും അന്തവും ഇല്ലാത്ത ഈ പ്രകൃതിയാണ്. ഈ പ്രകൃതിക്കൊരാദ്യമില്ല, ഈ പ്രകൃതിക്കൊരു അവസാനമില്ല. അങ്ങനെ ആദ്യവും അവസാനവും ഇല്ലാത്ത ഈ പ്രകൃതി, ആ പ്രകൃതിയെ നമുക്ക് വിശദീകരിക്കാൻ പറ്റുമോ? ഇല്ല. ആകെ നമുക്ക് കിട്ടുന്നത് അതിൽ കിട്ടുന്ന നിയമങ്ങളാണ്, അതിൽ നിന്ന് മനുഷ്യൻ പഠിച്ച പാഠങ്ങളാണ്. അതാണ് സയൻസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. എല്ലാവരും ആശ്രയിക്കുന്നത് ഈ പ്രകൃതിയാണ്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ വിദ്യാഭ്യാസം, ഇതൊക്കെ എല്ലാവർക്കും കിട്ടുമ്പോഴേ നമുക്ക് മനസ്സമാധാനം വരുള്ളൂ. അതാണ് ഇന്ന ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് എന്ന് പറയുമ്പോൾ മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഈ ധാർമ്മിക മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം. നമ്മുടെ മനസ്സാക്ഷിയായ വേദം നമ്മൾ മുറുകെ പിടിക്കണം. അങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ എന്തായി? നമുക്ക് മനസ്സമാധാനം വരും. അതാണ് ഇസ്ലാം. അതിനെന്ത് ചെയ്യണം? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. ആ പ്രകൃതി എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ അതൊരു പിതാവായിട്ട് ജനിച്ചിട്ടുമില്ല, അത് ജാതനോ ജനികനോ അല്ല. ഈ കാലം എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതെന്ന് അവസാനിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അള്ളാഹു എന്ന് പറയുന്ന എല്ലാ ഗുണങ്ങളും, അള്ളാഹുവിന് ഖുർആൻ പരിചയപ്പെടുത്തുന്ന എല്ലാ ഗുണങ്ങളും ആവാഹിച്ചുകൊണ്ട് ഒരു പ്രപഞ്ചം നമ്മുടെ ചുറ്റുമുണ്ട്. ആ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ മുറുകെ പിടിക്കുക. ഫലം യകുല്ലഹു കുഫുവൻ അഹദ്. ഈ പ്രകൃതിക്ക് തുല്യമായി, ഈ പ്രകൃതി നിയമങ്ങൾക്ക് തുല്യമായി മറ്റൊന്നുമില്ല. കാരുണ്യത്തിന് പകരം കാരുണ്യം മാത്രം, കഠിനാധ്വാനത്തിന് പകരം കഠിനാധ്വാനം മാത്രം, വിദ്യാഭ്യാസത്തിന് പകരം വിദ്യാഭ്യാസം മാത്രം, സഹായ സഹകരണങ്ങൾക്ക് പകരം സഹായ സഹകരണങ്ങൾ മാത്രം. അല്ലാതെ മനുഷ്യത്വം എന്ന വികാരത്തിന് ബദലായിട്ട് വേറൊന്നുമില്ല. ഇതാണ് മതം, ഇതാണ് അള്ളാഹുവിൻ്റെ മതം. ഈ മതം നിങ്ങൾ മുറുകെ പിടിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതാണ് നമ്മുടെ അള്ളാഹു എന്ന് ഈ ഖുർആൻ പരിചയപ്പെടുത്തുന്ന. ഇതിൽ ഒരു അനാവശ്യവുമില്ല, ഒരു അന്ധവിശ്വാസവുമില്ല, ഒരു അനാചാരവും ഇതില്ല. ഇതൊക്കെ ഉണ്ടാക്കിയത് ഇവിടുത്തെ സുന്നി മുജാഹിദ് ജമാഅത്ത് മൗലവിമാരാണ്. അത് നമുക്ക് ക്രമേണ അവർ തിരുത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വിശുദ്ധ ഖുർആനിൻ്റെ വേദത്തിലേക്ക് മടങ്ങണമെന്ന് ഇവിടുത്തെ സുന്നികളോടും മുജാഹിദുകളോടും ജമാഅത്തുകളോടും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.